ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഈ രാജ്കുമാർ അമൃത് കൗർ എന്ന് പറയുന്നത് പഞ്ചാബിൽ നിന്നുമുള്ള റോയൽ ഫാമിലിയിൽ ജനിച്ചു വളർന്നൊരു സ്ത്രീയാണ്. ചെറുപ്പക്കാരി. ബ്രിട്ടനിൽ പഠിക്കാൻ പോയ സമയത്ത്, കോളേജ് സമയത്ത് അവർ ക്രിസ്ത്യനായിട്ട് കൺവേർട്ടായി. ശ്രദ്ധിച്ചോണം, അവരൊരു ക്രിസ്ത്യൻ ബിലീവറാകുകയും ശരിക്കും അവർ ക്രിസ്ത്യൻ ആക്ടിവിറ്റീസിൽ ഗ്ലോബലായിട്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സും ഉണ്ടായി. അങ്ങനെ അവരെ ഇന്ത്യയുടെ തിരിച്ചു വരികയും ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തു. ഹെൽത്ത് മിനിസ്റ്ററായിട്ട് വന്ന അവരാണ്, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ സ്ഥാപിക്കുന്നത്. അപ്പം ഇവിടെ ഈ പറയുന്ന ട്രെയിനിങ്ങും ലാബും സർജറി ഈ സാധനം ഏത് കുന്തോ ഇവിടെ ഉള്ളത്? ഇതിനകത്ത് പല രീതിയിലുള്ള റിസർച്ച് വേണം, ഇന്ന് പണം വേണം. അവർക്കറിയാവുന്ന ഒരു ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ ന്യൂസിലാൻഡിലുള്ള ഒരാൾക്കാർ അതിന് ആദ്യത്തെ ഫണ്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റ് ഫണ്ട് ചെയ്തത് അമേരിക്കയിലുള്ള മറ്റൊരു മിഷൻ ഗ്രൂപ്പായ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ്. അവരും കൂടെ ഫണ്ട് ചെയ്തിട്ട് അവിടെയുള്ള ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഇവിടെ ട്രെയിനിങ്, ഇവിടെയുള്ള പഠിക്കാനുള്ള സ്റ്റുഡൻസിനെ കൊണ്ട് അവിടെ ട്രെയിനിങ്. അങ്ങനെയാണിത് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ കഥ. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അല്ലാതെ ഒരു സനാതന ധർമ്മക്കാരനും അതിനകത്തൊരു കോപ്പം ചെയ്തിട്ടില്ല. അവർ ബിൽഡപ്പ് ചെയ്തെടുത്തതാണ് ഈ സാധനം. ഞാൻ അവരെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചരിത്രമാണ്. ഇതെല്ലായിടത്തും ഉണ്ട്. ഇതിൻ്റെ ബുക്സുകളും ആർട്ടിക്കിൾസും ഒക്കെ കൊണ്ട് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടും. അതേപോലെ തന്നെ കാൺപൂർ IIT, നിങ്ങൾക്കറിയാം കാൺപൂർ IIT ആണ് ഇന്ത്യയിലെ ടോപ്പ് IIT എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് ചേർന്ന് ഇതേപോലെയുള്ള അമേരിക്കയിലെ 10-11 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുമായിട്ട് സെറ്റ് ചെയ്ത് ഗവൺമെൻറ് ആ പ്രോഗ്രാമിൻ്റെ USAID ഭാഗമായിട്ട് ബിൽഡിങ്ങും പരിപാടിയും ഒക്കെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ ട്രെയിനിങ് കൊടുക്കും. ഇതിനകത്തും ഇതേപോലെ തന്നെ പല ഫൗണ്ടേഷൻസിന് പണം വേണം. ആൾക്കാരെ കൊണ്ടുവന്ന് അവിടുത്തെ പ്രൊഫസേഴ്സിനെ കൊണ്ടുവന്ന് സിലബസ് ഉണ്ടാക്കുന്നു, സംഭവങ്ങൾ ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു, അത് ലാബുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് അതും ഉണ്ടാക്കിയെടുത്തത്. പിന്നീട് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏകദേശം എല്ലാം കൂടെ ചേർന്നൊരു 10-12 ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഫണ്ടിങ്ങിലും അമേരിക്കൻ എക്സ്പെർട്ടൈസിലുമാണ് ഉണ്ടായത്.